കൈരളി ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന സ്ഥാനാർത്ഥി സംഗമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷനും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞിരമറ്റം ഡിവിഷനും അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് കിടാക്കുഴി വാർഡിനും മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുകൂടാതെ ഇന്നിവിടെ കൂടിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സംഗമം ഇവിടെ നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കൈരളി ഗ്രന്ഥശാലയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ബാക്കി എല്ലാ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മളിൽ പലരും അല്ലെങ്കിൽ നമ്മളുടെ മക്കളൊക്കെ ജോലിക്ക് അപേക്ഷിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാറുള്ളത്? ആദ്യം നമ്മളൊരു പരസ്യം കാണുന്നു, ആ പരസ്യത്തിന് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നു. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഈ കമ്പനി നമ്മുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ സമർപ്പിച്ച അപേക്ഷ അവർ സ്ക്രൂട്ടിനി ചെയ്യും. സ്ക്രൂട്ടിനി ചെയ്തതിന് ശേഷം നമ്മളുടെ പ്രൊഫൈൽ നല്ലതാണെന്ന് തോന്നിയാൽ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിച്ചതിന് ശേഷം അവർ ചിലപ്പോൾ തിരഞ്ഞെടുക്കാം, ചിലപ്പോൾ നിരസിക്കാം. ക്വാളിറ്റി ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കും. ഇന്നിവിടെ സംഭവിക്കാൻ പോകുന്നതും ഏകദേശം വളരെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നന്നായി ജോലി ചെയ്താൽ, ആ കമ്പനിയിൽ നന്നായി ജോലി ചെയ്താൽ അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യും, നമുക്ക് ബോണസ് കിട്ടും, നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടും. പക്ഷെ നമ്മൾ കമ്പനിയുടെ പോളിസിക്ക് എതിരായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ജോലി നഷ്ടപ്പെടാം. ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നന്നായി ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ജോലി നഷ്ടപ്പെടാം. ഇവിടെ നടക്കുന്നതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഈ സ്ഥാനാർത്ഥികൾ ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ വാർഡ് മെമ്പറായിട്ടും ജില്ലാ ബാക്കി മൂന്ന് തലത്തിലേക്കുള്ള മെമ്പർമാരാകാൻ വേണ്ടി ഇവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇവർ നമ്മുടെ അടുത്ത് ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. നമ്മൾ ഇവരെ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം നല്ലവരാണെന്ന് കണ്ടാൽ നമ്മൾ ഇവരെ ജോലിക്ക് എടുക്കും. കമ്പനികളും ഇന്നത്തെ ഈ സിസ്റ്റം തമ്മിലുള്ള ഏക മാറ്റം, നമ്മുടെ ഈ ഡെമോക്രാറ്റിക് സിസ്റ്റം തമ്മിലുള്ള ഏക മാറ്റം, കമ്പനികളിലാണെങ്കിൽ നോട്ടീസ് നമ്പർ 1, നോട്ടീസ് നമ്പർ 2 താമസിക്കാണ്ട് തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നത്. അതേസമയം ഇങ്ങനത്തെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ 5 വർഷം തികച്ചു കിട്ടും. അങ്ങനെ ഒരു ഭാഗ്യം മാത്രമേ ഇവർക്കുള്ളൂ. 5ാം വർഷം ഇവരുടെ പ്രകടനം നല്ലതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരവ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരേ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ നാട് നന്നാവാൻ തുടങ്ങും. വളരെ വളരെ നന്നാവാൻ തുടങ്ങും. തിരഞ്ഞെടുക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കുന്ന നമ്മളും ഒരു കാര്യം വ്യക്തമായി നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർ നമ്മളുടെ സേവകരാണ്. ആ യാഥാർത്ഥ്യം നിങ്ങളും അല്ലെങ്കിൽ നമ്മളും സ്ഥാനാർത്ഥികളും മനസ്സിലാക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ഈ നാട് നന്നാവാൻ തുടങ്ങും. ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ കൈരളി ഗ്രന്ഥശാല ഇവർക്കായി കൊടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയ റൈറ്റപ്പ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടുകാർ ആവശ്യപ്പെടുന്നതെന്നുള്ളത്, അതനുസരിച്ച് ഈ സ്ഥാനാർത്ഥികൾക്ക് 5 മിനിറ്റ് വീതം സംസാരിക്കാൻ അവസരം കൊടുക്കുന്നതാണ്. എല്ലാവരോടും ഒരേ ഒരു അഭ്യർത്ഥന, 5 മിനിറ്റിൽ ഒതുക്കുക, അല്ലെങ്കിൽ നമ്മൾ രാത്രി വരെ ഇവിടെ ഇരിക്കേണ്ടി വരും. കേൾക്കാൻ നിങ്ങൾ തയ്യാറാണ്, പക്ഷേ എങ്കിൽ നിങ്ങൾക്കും ബാക്കി പ്രചരണ പരിപാടികളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പം കൈരളിയുടെ പ്രവർത്തകർ കിടാക്കുഴിയുടെ ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സുപ്രധാന കാര്യങ്ങൾ: പൊതുഗതാഗതം. കിടാക്കുഴി പ്രദേശത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ 3-4 കിലോമീറ്ററുകൾ നടന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നു ഈ 21ാം നൂറ്റാണ്ടിൽ. ഇതിന് പരിഹാരമായി ഒരു ബസ് ഉടനടി സർവീസ് നടത്തണം. രണ്ടാമത്, ടൂറിസം പദ്ധതി. നമ്മളുടെ കിടാക്കുഴിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആൾക്കാർ വളരെയധികം സന്തോഷവാന്മാരാണ്. കാരണം അത്ര മനോഹരമായ ഒരു റോഡാണ് നമുക്കുള്ളത്. കിടാക്കുഴിയുടെ വികസനത്തിന് തുടക്കം കുറിക്കാൻ ഉതകുന്ന കിടാക്കുഴി വെള്ളച്ചാട്ടം ടൂറിസം പദ്ധതി നടപ്പാക്കണം. പിന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ സ്വല്പം മുമ്പോട്ട് പോയാൽ ഇടത്തേക്കൊരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് സ്വല്പം സഞ്ചരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കിടാക്കുഴി വാർഡിലെ പരിധിയിലുള്ള പല റോഡുകളുടെയും ടാറിങ് പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നു. ഇതിനൊരു പരിഹാരം കാണണം. പിന്നെ വഴിവിളക്കുകൾ മാറിയപ്പോൾ മിന്നാമിനും വേട്ടം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പല സ്ഥലങ്ങളിലെയും ലൈറ്റുകൾ. വഴിവിളക്കുകൾ സ്ഥിരമായി
മെയിൻ്റനൻസ് ജോലികൾ തീർത്ത് തെളിയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇത് ഫണ്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം എല്ലാ കാലത്തും എല്ലാ വഴികളിലും ലൈറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധിതമായ ഒരു കാര്യമാണ്. അതിന് ഫണ്ട് ഒരു തടസ്സമാക്കാൻ പാടില്ല. പിന്നെ കാർഷിക മേഖലയിൽ ഉണർവ്. കാർഷിക മേഖലയായ കിടാക്കുഴിയിൽ പല സ്ഥലത്തും കാട് പിടിച്ചു കിടക്കുന്നതിനാൽ വന്യജീവി ശല്യം ഉണ്ടാകുന്നു. തന്മൂലം കാർഷിക മേഖലയിൽ നിന്ന് കൃഷിക്കാർ പിന്മാറുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. പിന്നെ പ്ലൈവുഡ് കമ്പനി, നമ്മളൊരു ഏകദേശം ഒരു മാസം മുമ്പ് ഇവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയുണ്ടായി ഈ ഗ്രന്ഥശാലയിൽ. ഈ ഗ്രാമത്തിലെ ഈ 8ാം വാർഡിലെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ നമുക്കിവിടെ ഇനി ഒരു ഫാക്ടറി വേണ്ട എന്ന് ഒരു പ്രമേയം പാസ്സാക്കിയുണ്ടായി. അതിനുള്ള തീരുമാനം ഇതുവരെയും പഞ്ചായത്തിൽ നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ കിടാക്കുഴിയിലെ ജനങ്ങൾക്ക് ശുദ്ധവായുവും ശുദ്ധജലവും ലഭ്യമാക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറി അംഗൻവാടിയിലെ കുരുന്നുകൾക്കും ഇവിടെ വസിക്കുന്ന നാട്ടുകാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി അകലക്കുന്നം പഞ്ചായത്തിന്റെ ആരോഗ്യ സമിതിയുടെ റിപ്പോർട്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് കാര്യമായിട്ട് പ്രതിപാദിക്കാൻ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെടുന്നത്. അത് കൂടാണ്ട് തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾ ഉദ്ദേശിച്ചതനുസരിച്ച് ഇത് ഓൾമോസ്റ്റ് ഫൈനൽ ഇന്റർവ്യൂ ആണെന്ന് കണക്കാക്കുക. അതനുസരിച്ച് ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾ എടുക്കണോ വേണ്ടായോ എന്ന് ഞങ്ങൾക്ക് തീരുമാനിച്ചിട്ടുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് പോകാം. ആദ്യം ജില്ലാ പഞ്ചായത്തിലെ കാൻഡിഡേറ്റ്സ്. നമുക്ക് അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ ഇന്നിവിടെ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? അഖിൽ രവീന്ദ്രൻ ഇവിടെ ഉണ്ട്. സുരേഷ് കുമാർ ഇല്ല അല്ലേ? വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ജില്ലാ പഞ്ചായത്തിലെ അഖിൽ രവീന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഈ കൈരളി ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സ്ഥാനാർത്ഥി സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാനായിട്ടുള്ള വിവിധ രാഷ്ട്രീയ മുന്നണി പാർട്ടികളിൽ നിന്ന് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഏറെ ബഹുമാനായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ അപേക്ഷ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ആ അപേക്ഷ സ്വീകരിക്കണോ റിജക്ട് ചെയ്യണോ? പക്ഷെ ജനാധിപത്യത്തിൽ നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ഇന്റർവ്യൂവിൽ നിങ്ങൾ അംഗീകരിച്ചാൽ ഇടയ്ക്ക് വെച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ സാധിക്കുകയില്ല. 5 വർഷം കഴിഞ്ഞ് അല്ലേ അങ്ങനെയല്ലേ? 5 വർഷം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാൻ പറ്റുള്ളൂ ഇദ്ദേഹത്തെ നിർത്തണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടി NDAയുടെ സ്ഥാനാർത്ഥിയാണ്. പൊൻകുന്നം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. പേര് അഖിൽ രവീന്ദ്രൻ. വാഗ്ദാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല. കാരണം ഇവിടെ കിടാക്കുഴി നിവാസികൾ ഒരു പേപ്പർ തന്നിട്ടുണ്ട്. അതിൽ വളരെ ജെനുവിനായിട്ടുള്ള, ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള, അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുടെ വാക്കുകളാണ് ഈ പേപ്പറിലുള്ളത്. ഈ പേപ്പറിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ഞാൻ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം, നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഞാൻ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നടത്താൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. അത് ഈ കിടാക്കുഴിയുടെ ടൂറിസമാണ്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഇന്ത്യയാണ്. സുരേഷ് ഗോപിയാണ് ടൂറിസം വകുപ്പ് സഹമന്ത്രി. അദ്ദേഹത്തിന്റെ അടുത്ത് അരുവിക്കുഴി ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള മെമ്മോറാണ്ടം കൊടുത്തതുപോലെ തന്നെ ഈ നാട്ടുകാർ ഒരു മെമ്മോറാണ്ടം തന്നാൽ ആ മെമ്മോറാണ്ടമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഈ കാക്കുടിയിലെ നിവാസികളോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് അതിനുവേണ്ട പരിഹാരം ചെയ്യുവാൻ വേണ്ടി ഞാൻ ചെയ്യും. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉറപ്പു തരികയാണ്. നമുക്ക് ഒന്നിച്ചു പോയി അദ്ദേഹത്തെ കാണാം. ഇവിടുത്തെ വികസനം എന്താണ്, ആ കാക്കുഴി പ്രദേശത്തെ ഈ ടൂറിസം വന്നാൽ ഈ നാട്ടിലുണ്ടാകുന്ന പുരോഗതി എന്താണ്, ആ പുരോഗതിക്ക് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണ വേണമെങ്കിൽ ആ പിന്തുണ മേടിച്ചു തരാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ റോഡിന്റെ വികസനമാണ്. റോഡിന്റെ വികസനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആളുണ്ട്,
വാർഡ് മെമ്പർമാരായിരുന്ന ആളുകളുണ്ട്, ബ്ലോക്ക് മെമ്പർമാരായിരുന്ന ആളുകളുണ്ട്. നമുക്കറിയാം പുറത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഭരണത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഭരിക്കാത്ത ഒരു പഞ്ചായത്തിന്, മെമ്പർ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സമരങ്ങൾ നടത്താം അല്ലെ? അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സാധിക്കുമോ? പറ. സാധിക്കുക. അപ്പൊ മെമ്പറായി ജയിച്ചാൽ ഈ വാർഡിൽ എൻഡിഎക്ക് ഒരു മെമ്പർ ഉണ്ടെങ്കിൽ ആ മെമ്പറുടെ വിഹിതത്തിൽ നിന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര ഫണ്ടിൽ നിന്നും MP ഫണ്ടിൽ നിന്നും ഒക്കെ തന്നെ ഫണ്ട് അനുവദിക്കാൻ സാധിക്കും. അത് പള്ളിക്കുന്നൂർ പഞ്ചായത്തിൽ, ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇവിടെ ഒരു പൊതുഗതാഗതം ആവശ്യപ്പെട്ടു. പൊതുഗതാഗതം ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാ, ഭരണത്തിലുണ്ടെങ്കിൽ, മെമ്പർ ആണെങ്കിൽ, പഞ്ചായത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയോട് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്ക് നേരിട്ട് ഇടപെട്ടുകൊണ്ട് KSRTC സർവീസ് നടത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരു സ്വകാര്യ വ്യക്തിയോട് സംസാരിക്കണം. ആ സ്വകാര്യ വ്യക്തിയോട് സംസാരിച്ച് ഇതിലൊരു റൂട്ട് ഇടണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ കാര്യത്തിലും ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പില് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം, ഇപ്പൊ BJPക്കാണെങ്കിൽ താമരയ്ക്ക് വോട്ട് ചെയ്യുന്നു, കോൺഗ്രസിനാണെങ്കിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്നു, കേരള കോൺഗ്രസിനാണെങ്കിൽ അല്ലെ രണ്ടിലേക്ക് വോട്ട് ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ അരിവാൾ ചുറ്റിയ നഷ്ടത്തിൽ വോട്ട് ചെയ്യുന്നു. പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രവും ആ രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും ആ നിലപാടുകളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം ഏറ്റെടുത്തിട്ടുള്ള തീരുമാനങ്ങളും നമ്മൾ പരിശോധിക്കുക. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ ഞങ്ങളെ ഇന്റർവ്യൂവിൽ പാസ്സാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ്സാക്കി ആ തീരുമാനം തെറ്റായി പോയെന്ന് 1 വർഷം കഴിയുമ്പോഴോ 6 മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പരിശോധിക്കണം, എങ്ങനെയാണ് എന്റെ തീരുമാനം തെറ്റരുത്, എന്റെ നിലപാടുകൾ തെറ്റരുത്, ഞാൻ അനുഭവിച്ച വികസനങ്ങൾ, ആ വികസനം എന്തായിരുന്നു? ഓരോ ആളുകളിലേക്കും വികസനം ലഭിക്കണം. വേണ്ടേ? വികസനം എന്ന് പറയുന്നത് നല്ല റോഡുകൾ പണിയുന്നത് മാത്രമാണോ? ആണോ? നല്ല ബിൽഡിങ്ങുകൾ പണിയുന്നത് മാത്രമാണോ വികസനം? ആണോ? സംവാദമാണെന്നാ പറഞ്ഞേ. അപ്പൊ മറുപടികൾ വേണം. ആണോ? വികസനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. വേണ്ടേ? ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ ആ പദ്ധതി ജനങ്ങൾ അറിയണം. ഇനിയൊരു പദ്ധതി ഉണ്ട്, ആ പദ്ധതിയിൽ ചേരേണ്ടത് ഇന്നയാളാണ്, ആ കുടുംബത്തിന് ഈ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഈ പദ്ധതി ഗുണം ചെയ്യും എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അതാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി ജനങ്ങളോട് കാണിക്കേണ്ട പ്രതിബദ്ധത എന്ന് പറയുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ജനപ്രതിനിധികൾക്കും ഉണ്ട്. അത് കടമയാണ്. അതൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം 100-ൽ 101% ഞാനിവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് നിങ്ങൾ ദൈവത്തിന് അനുഗ്രഹത്താൽ ജയിപ്പിച്ചാൽ ഞാനത് ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തിയുണ്ട്. ആത്മാർത്ഥമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇവിടെ വളരെ വിഷമത്തോടു കൂടിയാണ് ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചത് പ്ലൈവുഡ് ഫാക്ടറിയുടെ വിഷയം. ആ വിഷയത്തില് ഇപ്പൊ നിലവിലെ ഈ പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അനുഭവപൂർണമായ ഒരു തീരുമാനം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം ഇനി വരുന്ന പഞ്ചായത്ത് കമ്മിറ്റി അത് BJP ആവാം, LDF ആവാം, UDF ആവാം, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ. പക്ഷെ ജനങ്ങൾക്ക് ശുദ്ധമായി ശ്വസിക്കുവാൻ, ശുദ്ധജലം ലഭിക്കുവാൻ, സ്വസ്ഥമായി സ്വൈര്യമായി ജീവിക്കുവാൻ, അവന്റെ തലമുറയ്ക്ക് മുന്നോട്ട് ജീവിക്കുവാൻ, കൈക്കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആളുകൾ ജീവിക്കുന്ന പ്രദേശത്ത് ഒരു പുക ശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതം നശിക്കുന്ന രീതിയിൽ ആശങ്കയോടുകൂടി ജീവിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. അത് നിർത്തേണ്ടതാണെങ്കിൽ നിർത്തണം. ആ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് സമരം ചെയ്യാനുണ്ടാവും. ജയിച്ചാൽ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്ന് ചെയ്യുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്. എന്നെ താമര അടയാളമാണ് എൻ്റെ ചിഹ്നം. ഭാരതീയ ജനതാ പാർട്ടിയാണ്, NDA ആണ്. അകൽക്കുന്നം പഞ്ചായത്തിന് ഈ നമ്മുടെ കാഞ്ഞിരമറ്റം ബ്ലോക്ക് ഉൾപ്പെടുന്നതാണ് പൊൻകുന്നം ഡിവിഷൻ. അപ്പൊ പൊൻകുന്നം ഡിവിഷനിൽ പള്ളിക്കത്തോട്, ചിറക്കടവ്, വാഴൂര് ഈ 3 പഞ്ചായത്തും
ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം നല്ല ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അകലക്കൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ കാഞ്ഞിരമറ്റത്തേക്ക് വരുമ്പോ ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത്, വീടുകളിൽ ചെല്ലുന്ന സമയത്ത് വളരെ നല്ല സ്വീകരണം ലഭിക്കാറുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ ജാതിമത ഭേദമന്യേ ഒരു സഹായം, സപ്പോർട്ട് നൽകുന്നുണ്ട്. നിങ്ങളെല്ലാം വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ ചെയ്തുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പേപ്പറിൽ എഴുതിയ കാര്യങ്ങൾ വെറുതെ വായിച്ചിട്ട് പോകുന്ന ഒരു ആളല്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടയം ജില്ലയുടെ, ഈസ്റ്റ് ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. സംഘടനാ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, ഇവിടെ ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ വെറുതെ പറഞ്ഞിട്ട് പോവുകയല്ല. ഞാൻ ജയിച്ചാലും തോറ്റാലും, നിങ്ങൾ എന്നെ ജയിപ്പിച്ചാലും തോൽപ്പിച്ചാലും, ഈ പറയുന്ന വിഷയങ്ങളിൽ, എനിക്ക് ഇടപെടാൻ പറ്റുന്ന വിഷയങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ജയിച്ചാൽ ജയം ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നിരിക്കും. തോറ്റാൽ ഞാൻ ഈ സമരത്തിന് മുമ്പിലുണ്ടാവും. ഇവിടുത്തെ ഈ ഫ്ലൈവുഡ് ഫാക്ടറി പൂട്ടുന്നത് വരെ, അത് അടച്ചു പൂട്ടുന്നത് വരെ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആ സമരത്തെ നയിക്കാൻ ഞാനുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടൂറിസത്തെ സംബന്ധിച്ചും സുരേഷ് ഗോപി MP ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുമായി പോയി കണ്ടുകൊണ്ട് ആ മെമ്മോറാണ്ടം കൊടുത്തുകൊണ്ട് ആ ടൂറിസത്തിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഉള്ള മറ്റ് 2 സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ബ്ലോക്കിലേക്കുള്ള ആദ്യത്തെ കാൻഡിഡേറ്റ് അനില സുരേഷ് ഉണ്ടോ? അനില സുരേഷ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. അടുത്തത് ശ്രീമതി ബെറ്റി റോയി. ബഹുമാനിതരായ നാട്ടുകാരെ, ഇവിടെ കൈരളി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഒരു സ്ഥാനാർത്ഥി സംഗമം ഇവിടെ നടത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗകൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഇതൊരു ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂവിൽ പാസ്സായെങ്കിൽ ആണ് നിങ്ങൾക്ക് മറ്റുള്ള, അതായത് ഒരു ജനപ്രതിനിധി ആകുവാനായിട്ട്, ഇപ്പൊ സ്ഥാനാർത്ഥികളാണ്, ഒരു ജനപ്രതിനിധി ആകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ലാക്കുഴി വാർഡിലെ 4 ഇന്റർവ്യൂ പാസ്സായ ആളാണ് ഞാൻ. ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുക. അത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ആ 4 ഇന്റർവ്യൂവിൽ ഒരു A+ അടുത്ത മാർക്ക് വാങ്ങി തന്നെ ഈ ലാക്കുഴി വാർഡിൽ നിന്ന് ജയിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ലാക്കുഴിയുടെ വികസന പദ്ധതികളിൽ ഇപ്പൊ ഈ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കൈരളി ഗ്രന്ഥശാല. ആ ഗ്രന്ഥശാലയിലെ മനോഹരമായ ഈ കെട്ടിടം നിർമ്മിച്ചത് അന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഞാൻ പ്രദാനം ചെയ്ത ഈ ലാക്കുഴി വാർഡിലെ ഞാൻ കൊടുത്ത 10 ലക്ഷം രൂപയും അതുപോലെ തന്നെ ജോസ് കെ മാണി MP-യുടെ രൂപയും ഉപയോഗിച്ചാണ് ഈ മനോഹരമായ കൈരളി ഗ്രന്ഥശാല ഇപ്പോൾ നമ്മുടെ ലാക്കുഴിയുടെ തിലകക്കുറിയായിട്ട്. ലാക്കുഴി എന്ന് പറയുമ്പോൾ കൈരളി ഗ്രന്ഥശാലയാണ് ആദ്യം മനുഷ്യർ ഓർക്കുന്നത്. ആ ഗ്രന്ഥശാലയ്ക്ക് ഇപ്പൊ ഇങ്ങനെ കാണുവാനായിട്ട് സാധിച്ചത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു റോഡിന്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ആ റോഡ് ആദ്യമായിട്ട് ടാർ ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്തിലെ ഞാൻ മെമ്പറായിരുന്ന അവസരത്തിലാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ലാക്കുഴിയിൽ നിന്ന് മുകളിലോട്ട് കിടക്കുന്ന അന്ന് ആ റോഡിലേക്ക് എന്താ ടാർ ചെയ്യുന്ന മെഷീൻ കയറാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കിടന്ന അവസരത്തില് അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കളപ്പുരക്കലെ ജോസ്കോ എന്ന് പറയുന്ന കോൺട്രാക്ടറാണ് ആ വർക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ ടൈമില് ലാക്കുഴി നമ്മുടെ വാർഡിൽ തന്നെ ഒരു പാലം നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്തമായിട്ട് ഒരു പാലം നിർമ്മിച്ച് നൽകുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ ചെക്ക് ഡാം കുടിവെള്ള പദ്ധതിക്കായിട്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ വേണ്ടി ചെക്ക് ഡാമിന്റെ പണി നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ലാക്കുഴിയിലെ ആൾക്കാര് എന്ത് ആവശ്യം
ഈ ക്ലാക്കുടി നിവാസികൾ എന്താവശ്യം പറഞ്ഞെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുക. തീർച്ചയായിട്ടും ഇവിടെ നിരവധിയായ പദ്ധതി വികസനം, നമുക്കറിയാം ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്നില്ല, അതിന്റെ ആവശ്യങ്ങൾ തീരുന്നില്ല. പക്ഷെ നമുക്ക് ലഭ്യമായ ഫണ്ടിന്റെ ലഭ്യത നമുക്ക് ഒരു വലിയൊരു വിഷയമാണ്. എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവിടെ ഒട്ടേറെ അനവധി ആവശ്യങ്ങൾ പറഞ്ഞു. കിടാക്കുഴി ടൂറിസം പദ്ധതി, ആ കിടാക്കുഴി ടൂറിസം പദ്ധതിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇനി നാട്ടുകാരുടെ കൂടെ ജനങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാനായിട്ട്, അതുപോലെ തന്നെ എന്നോട് കൂടി ഉള്ള ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും, അതുപോലെ തന്നെ നമുക്കറിയാം ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്ന ഒരു മെമ്പറിൽ മാത്രം അധിഷ്ഠിതമല്ല, അതൊരു ചെയിനാണ്. അതിനകത്ത് MP വരും, MLA വരും, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വരും, ബ്ലോക്ക് പഞ്ചായത്ത് വരും, പഞ്ചായത്ത് വരും, അതിലും കൂടെ മന്ത്രിമാർ വരും. അപ്പൊ നമുക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിലൂടെ തീർച്ചയായിട്ടും ഈ ടൂറിസം പദ്ധതി ഒരാളെ കൊണ്ട് മാത്രം നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ചെയിനേജാണ്. ആ ചെയിനേജിലൂടെ നമുക്ക് കാക്കുഴിയുടെ വികസന പദ്ധതികൾ അതുപോലെ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാക്കുഴി ടൂറിസം മേഖലയായിട്ട് വളർത്തുക എന്നുള്ളത്. ഞാനും വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പം നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല രീതിയിൽ ഈ 5 വർഷം കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് അതിന്റെ വികസന നേട്ടങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ വഴിവിൽക്കന്റെ ഒക്കെ കാര്യം പറഞ്ഞു, അതൊക്കെ പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ നമുക്ക് അറിയാമല്ലോ. ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനൊക്കെ ഓരോ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈറ്റിന്റെ കാര്യമൊക്കെ സൂചിപ്പിക്കേണ്ടായി. ഹൈമാക്സ് ലൈറ്റ് വേണമെങ്കിൽ അത് തരുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ബാക്കി തെരുവിളക്കുകളൊക്കെ ചെയ്യേണ്ട പഞ്ചായത്തുകളാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമാണ് പ്ലൈവുഡ് ഫാക്ടറിയുടെ. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ വന്ന് അതിന് തടസ്സം പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യത്തിനും നിർബന്ധിക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു ജനപ്രതിനിധിയല്ല ഞാൻ. ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യം ആ പ്രദേശത്ത് വേണ്ട എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യം ആ ജനത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് തീർച്ചയായിട്ടും ഞാൻ എതിരാണ്. ആ കാര്യത്തില് അതിന്റെ കാര്യങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്ത് ഇനി എന്താണ് അതിന്റെ ബാക്കി ബാലൻസ് പരിപാടികൾ ജനങ്ങളോടൊപ്പം ആ പദ്ധതികൾ എന്താണോ ജനങ്ങൾക്ക് ആവശ്യം അതനുസരിച്ച് നീങ്ങുവാനായിട്ട് ഞാൻ സന്നദ്ധയാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വികസന പദ്ധതികൾ ഞാൻ അവസാനത്തെ ഒരു വർഷം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ആയിരുന്ന ആളാണ്. തീർച്ചയായിട്ടും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധിയായ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു നല്ല ധൈര്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുക. നമുക്കറിയാം ഇപ്പൊ ഉൽപാദന മേഖലയില് കാർഷിക മേഖലയുടെ കാര്യം പറയണ്ടായി. കാർഷിക മേഖലയില് ഇവിടെ വികസന നമ്മുടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തിന്റെ കാര്യവും അതുപോലെ തന്നെ നമുക്കറിയാം കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മുടെ ക്ഷീര കർഷകര്. ആ ക്ഷീര കർഷകരുടെ സഹായത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമ്മുടെ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയുടെ അവാർഡ് വാങ്ങിയ ഒരു പ്രസിഡന്റാണ് ഞാൻ. അതുപോലെ ആ ക്ഷീര കർഷകർക്ക് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ അതായത് കാലിത്തീറ്റ വിതരണം ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ട് എല്ലാ ക്ഷീര സംഘത്തിലും കാലിത്തീറ്റയുടെ വിതരണത്തിന് നമ്മൾ ഫണ്ട് അനുവദിക്കുകയും അതുപോലെ തന്നെ പശുക്കളെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പാമ്പാടി ബ്ലോക്ക് 28 ലക്ഷം രൂപയുടെ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ കർഷകരുടെ അടുത്തും പശുക്കളെ എത്തിക്കുന്ന രീതിയിലുള്ള പദ്ധതി. അപ്പം അങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിച്ചു. മിൽക്ക് ATM നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് മിൽക്ക് ATM എന്ന പദ്ധതി നടപ്പിലാക്കിയത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്താണ്. ഇപ്പം 7 ഇടത്ത് നമ്മുടെ പൂത്തളപ്പയിലുമുണ്ട് ഒരു മിൽക്ക് ATM. അപ്പൊ 7 ഇടത്ത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിൽക്ക് ATM, അതായത് പൈസ എടുക്കുന്ന രീതിയിൽ തന്നെ പാല് വരുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് തന്നെ നടപ്പിലാക്കിയത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളൊരു ശുഭാപ്തി അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ട്. ഈ അവസരത്തിൽ ഇങ്ങനെയൊരു
സംവാദം എന്ന് പറയാം അല്ലെ. അപ്പം അതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിലും ഇത്രയേറെ ആൾക്കാരെ റാക്കുടിയിലെ പ്രിയപ്പെട്ട ആൾക്കാരെ കാണുവാനായിട്ട് സാധിച്ചതിലും സന്തോഷമുണ്ട്. ഈ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വികസന പദ്ധതികൾ നമ്പർ 1 ആയിട്ട് നിങ്ങൾ റെഡിയാക്കി തരുവാണെങ്കിൽ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ആശ്രയം ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരികയാണ്. എന്നെ ഇവിടെ വിളിച്ചതിനും ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു അവസരം തന്നതിനും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി. ശ്രീമതി ബെറ്റ്റോയ് ആൻഡ് പിന്നെ അഖിൽ രവീന്ദ്രൻ രണ്ടുപേരും നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നമുക്കിനി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും കാലം ചെയ്ത കാര്യങ്ങളല്ല, മറിച്ച് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികളിൽ നിന്നും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുകൂടാണ്ട് ഇനി മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കൈരളിയുടെ പ്രസിഡന്റ് സോജൻ ചേട്ടനോട് 2 വാക്ക് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങളുടെ പ്രോഗ്രാമിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നുപോയി. അതിന് ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നമ്മളൊരു യോഗ നടപടി പോലെയാണ് ഇത് അറേഞ്ച് ചെയ്തിരുന്നത്. അതിനകത്ത് ചെറിയ ഒരു വ്യത്യാസം വന്നുപോയി. എല്ലാവരും സാധനം ക്ഷമിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ കൈരളി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഈ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ച നമ്മുടെ അതിന് മുന്നിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയാണ്. അദ്ദേഹം ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും മുന്നോട്ട് വരികയും അതിന് നമ്മുടെ കഷ്ടപ്പാടുകളൊന്നും കണക്കാക്കാതെ ഇങ്ങനെയുള്ള മനോഹരമായ രീതിയിൽ ഇവ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹം ബഹുമാനത്തിനാണ്. ഞാനൊരു സ്ഥാനാർത്ഥി ഒന്നുമല്ല, നിങ്ങൾ ഓർത്ത് കാണും ഈ സ്ഥാനാർത്ഥി സംഘത്തിന്റെ ഈ സൈഡിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ഥാനാർത്ഥി ആയിരിക്കുന്നു. അങ്ങനെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഞാൻ ഈ ഗ്രന്ഥശാലയുടെ ഒരു ഭാരവാഹിയാണ്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥിമാർക്കെല്ലാം ഉജ്ജ്വല വിജയം, രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ തിളക്കമാർന്ന ഒരു വിജയം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളിവിടെ 3 പഞ്ചായത്തിന്റെയും കൂടി 3 പേർക്കേ ജയിക്കാൻ പറ്റുള്ളൂ. 11 പേരുണ്ട്. ഏതൊക്കെയാണെങ്കിലും ബാക്കി 3 പേര് ജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ തോറ്റു പോകും. അതിനെ ഒരു അംഗമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ ഒരു ഹരമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഏതും തോൽവിയൊരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഈ 2 വശങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു മൂല്യമുള്ളൂ. അപ്പൊ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും, ഒരേ വോട്ട് നേടിയെന്ന് പറഞ്ഞാലും, സമമായിട്ട് 100 വോട്ട് നേടിയെന്ന് പറഞ്ഞാലും അവസാനം കമ്മീഷണർ നറുക്കിട്ട് തീരുമാനിക്കുള്ളൂ. സമമായിട്ട് വോട്ട് നേടിയെന്ന് പറഞ്ഞാലും ഒരാൾക്കേ വിജയിക്കാൻ പറ്റുള്ളൂ. അത് നറുക്കിട്ട് തന്നെ തീരുമാനിക്കും. അപ്പം വിജയവും പരാജയവും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായിരിക്കുക. ആര് വിജയിക്കും ആര് തോക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. നിങ്ങൾ എല്ലാവരും അംഗത്തട്ടിൽ ഒരുപോലെ തന്നെ പോരാടുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് എല്ലാവരും നല്ല തിളക്കമാർന്ന വിജയം തന്നെ ആശംസിക്കുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ ഈ നാട് തന്നെ ഇപ്പൊ ഒരു അലങ്കാരമായി മാറിയിരിക്കുകയാണ്. വളരെ വിവിധ വർണ്ണങ്ങളിലുള്ള പോസ്റ്ററുകളും തോരണങ്ങളും വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോയും ഇതൊക്കെ ഒരു 5 കൊല്ലം കൂടുമ്പോൾ വളരെ ഗ്രാമപഞ്ചായത്ത് വരുമ്പോഴാണ് ഇതുപോലെയുള്ള തോരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അത് നാടിന് തന്നെ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുന്നു, ഒരു ഉന്മേഷം ഉണ്ടാകുന്നു. വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ വിജയം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന വോട്ടർമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളൊക്കെ പറയും വോട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ വോട്ട് ചെയ്യാൻ പോകുന്നവർ ഒരു കാര്യം ഓർക്കുക, നിങ്ങളോട് പല വോട്ടുകളും അസാധുവായി പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ ഞാൻ ഇതിനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ പോയിട്ടുണ്ട്. അന്ന് ബാലറ്റ് പേപ്പറെ കുത്തുന്ന സമയമാണ്. ഇപ്പോഴാണ് മിഷൻ വന്നത്. ആ മിഷനിൽ ബാലറ്റ് പേപ്പറെ കുത്തുമ്പോൾ അവർ പറയും, എന്റെ കൊച്ച ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും അസാധുവൊന്നുമായി പോവുകയാന്ന് പറയും. ഈ കൗണ്ടിങ് ആയതിനായിട്ട് ഞാൻ വടക്കും പാപ്പാടിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പം എതിരെ എടുത്തെന്ന് പറഞ്ഞാലും കുറെ വോട്ടുകൾ ഇങ്ങനെ അസാധുവായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അസാധുവായി പോയാലും മിഷൻ വന്നതുകൊണ്ട്. അപ്പൊ പൊക്കത്ര വളം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് മനുഷ്യൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. മിഷനായതുകൊണ്ട് അസാധുവാകുകയല്ല, അല്ലെ വോട്ടെങ്കിലും ആയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് സ്ഥാനാർത്ഥികൾ ചെയ്യണമെങ്കിൽ അത് വളരെ കംഫർട്ടായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ നിശ്ചയദാർഢ്യത്തോടു കൂടി പോയാലേ അവിടെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ മറ്റു പറ്റിയില്ല, ഇവിടെ മറ്റു പറ്റിയില്ല, പേരെന്താ, ആധാർ കാർഡ് എന്ത്, അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്ത്, ഇവിടെ വേറെ ഒരു വെപ്രാളമാണ്. എനിക്ക് ഈ ഭാഗ കാര്യങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. സ്ഥാനാർത്ഥിമാര് മറ്റുള്ള കാര്യം
അപ്പൊ നമ്മൾ നിശ്ചയിച്ച് ഉറച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഊർജ്ജം നമ്മൾ സംഭരിക്കുക. അപ്പൊ ഇപ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ പോലും വോട്ട് അസാധുവായി പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ചെയ്യാതെ വരുന്നു, അതാണ് അസാധുവായി പോകുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമീണ മേഖലയുടെ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പ്രസംഗം പറഞ്ഞു. വളരെ ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ യാത്രാ സൗകര്യം വളരെ കുറവാണ്. ഏതോ ഒരു പിതാവ് പറഞ്ഞ പോലെ ഞങ്ങളെ മേഴ്സ് ഹോസ്പിറ്റല് ഉദ്ഘാടനം ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പിതാവ് പറഞ്ഞു, അന്ന് കെ നാരായണക്കുറുപ്പ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു, പുള്ളിയെ അഡ്മിഷൻ. അപ്പൊ ആ പുള്ളിയെ വെച്ചിരുന്ന ഈ പിതാവ് പറഞ്ഞു, മരണം കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിലെയുള്ള യാത്ര, ഒരു ബസ് വരുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഗ്രാമീണ സമിതി വളരെ അച്ചട്ടായി മാറിയിരിക്കുകയാണ്. എത്രയോ എടത്തുവ വന്നു, ചങ്ങനാശ്ശേരി വന്നു, ഒരുപാട് മേഖലയില് ഒരുപാട് റൂട്ടില് 4-5 ദിവസം ഓടും എന്ന് പറഞ്ഞ പോലെ മരണം കള്ളനെ പോലെ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു യാത്രാ സൗകര്യം വല്ലപ്പോഴും വരും, അത് പിന്നെ അതിൽ നിന്ന് പോകും. KSRTC ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ട്, റൂട്ട് നടത്തിയിട്ടുണ്ട്, പ്രൈവറ്റിലും ഉണ്ട്. അപ്പൊ ഈ യാത്രാ സൗകര്യം ഒന്ന് മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ ആര് ചെയ്താലും അതിന് ഒരു മുൻകരുതൽ കൊടുക്കണം. പക്ഷെ അവര് പറയും ശരിയാണ്, റൂട്ട് തുടങ്ങിയാൽ അത് നഷ്ടമാണ്. പക്ഷെ ആ നഷ്ടം പരിഹരിക്കാനുള്ള എത്രയോ നഷ്ടത്തിലുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു. അതിന്റെ കൂട്ടത്തില് അതിന്റെ പുറകിൽ ഒരു എഴുതിച്ചേർക്കലാകട്ടെ ഈ യാത്രാ സൗകര്യത്തിന്റെ കാര്യം നമ്മളെല്ലാം വോട്ട് ചെയ്യുക. യാതൊരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കരുത്. സ്ഥാനാർത്ഥികൾക്കെല്ലാം 100% വിജയം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വളരെ മനോഹരമായ ഈ സന്ധ്യയിൽ നിങ്ങൾ എല്ലാവരും കൂടെ വന്നിരിക്കുന്നു. അവർക്ക് നിങ്ങളെ പ്രത്യേകം ആശംസിക്കുന്നു, പ്രശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഗ്രന്ഥശാലയുടെ ഈ സമയം ഇങ്ങനെ ഗ്രന്ഥശാലയുടെ രക്ഷാധികാരി നിലവിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം ആശംസ അർപ്പിക്കുന്നത് ലാസ്റ്റ് മതിയോ? ലാസ്റ്റ് അദ്ദേഹം ഗ്രന്ഥശാലയുടെ രക്ഷാധികാരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വളരെ ഉജ്ജ്വലമായ വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ അഖിൽ രവീന്ദ്രന് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നന്ദി അർപ്പിക്കുന്ന ഒരിക്കൽ കൂടി ഇവിടെ വന്നതിനും നമ്മളോട് സംസാരിച്ചു. താങ്ക് യു. അടുത്ത ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രണ്ടാമത്തെ കാൻഡിഡേറ്റ് ശ്രീ സുരേഷ് കുമാർ. പ്രിയപ്പെട്ട കേരളീ ഗ്രന്ഥശാലയുടെ പ്രവർത്തകര്, അതിന്റെ ഭാരവാഹികൾ, ഇത്തരത്തിലൊരു വേദി ഒരുക്കി തന്നതിന് ആദ്യമായിട്ട് നന്ദി കേരളയോട് രേഖപ്പെടുത്തുന്നു. ഇവിടെ സൂചിപ്പിച്ച ചില വിഷയങ്ങൾ ഉൾപ്പെടെയുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ കൃത്യമായി ഇടപെട്ടു പോകുമെന്ന് ആദ്യമേ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ സംസാരിച്ച കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് വഴി, വെള്ളം, വെളിച്ചം. ഇതിൽ വഴിയായി, വെള്ളമായി, വെളിച്ചമായി പിന്നെയുള്ള അടുത്ത ഒരു പ്രശ്നം നമുക്ക് വഴിയുണ്ട്. ഈ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ സ്വന്തമായി വണ്ടിയില്ല എങ്കിൽ അവിടെ പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് പൊതുഗതാഗതമാണ്. ഒരു ബസിന്റെ അഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇവിടുത്തെ യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ കൃത്യമായി ഞാൻ ഇടപെടും. എന്താണെങ്കിലും ഇതിലെ ഒരു ബസ് സർവീസിന് ഇടപെട്ടുകൊണ്ട് അതിനകത്ത് ഇവിടെ സൂചിപ്പിച്ചവർ തന്നെ പറഞ്ഞു നഷ്ടമുണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാലും അവശ്യ സർവീസ് എന്ന് പറയുന്നത് ഒരു നഷ്ടമല്ല, അത് സർവീസാണ്. അതുകൊണ്ട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിലെ ആ ഒരു പ്രശ്നപരിഹാരത്തിന് തീർച്ചയായും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. പിന്നെ ഇവിടെ ഗ്രന്ഥശാല പ്രവർത്തകർ സൂചിപ്പിച്ച ഇവിടുത്തെ ഒരു പ്രാദേശിക ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്, ട്രാക്കുഴി വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം സാധ്യതകളെല്ലാം തന്നെ അതിനെപ്പറ്റി ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച് അതിന്റെ സാധ്യതകളെ മനസ്സിലാക്കി ഒരു ജില്ലാ പഞ്ചായത്തിന് ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ ഗ്രാമ, ബ്ലോക്ക് മെമ്പർമാരും എല്ലാമായി ആലോചിച്ചുകൊണ്ട്
ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ഇടപെടലുണ്ടാവും. ഈ പ്രദേശത്തിന് അതൊരു ഉണർവുണ്ടാകുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങളിലും കൃത്യമായി ഇടപെടും. അതോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധിയായ അതിനകത്ത് മറ്റ് കക്ഷി രാഷ്ട്രീയമൊന്നുമല്ലാതെ ഈ നാടിനു വേണ്ടി മാത്രമായിരിക്കും അത് സത്യസന്ധതയോടെ തന്നെ ഉള്ള ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം ഉണ്ടാകുമെന്നും ഈ ഒരു വേദിയിൽ തന്നെ പറയുന്നു. അതോടൊപ്പം എന്നെ ആദ്യം പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് പി സുരേഷ് കുമാർ. എൻ്റെ സ്ഥലം നമ്മുടെ ഡിവിഷൻ്റെ തന്നെ പൊൻകുന്നമാണ്, ചിറക്കോട് പഞ്ചായത്താണ്. ഞാൻ DYFIയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ജോലിക്കാരനായിരുന്നു. ഇപ്പോൾ DYFI ജില്ലാ സെക്രട്ടറി ആയപ്പോൾ മുഴുവൻ സമയ പ്രവർത്തകനായി ജില്ലാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഈ നാടുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിലും നിരന്തരം ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ഒരവസരം എനിക്ക് തന്നാൽ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഏത് സമയത്തും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് നിങ്ങളുടെ എല്ലാ വിലയേറിയ വോട്ടുകൾ ചുറ്റിക അരുവ നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ എൻ്റെ ഒപ്പം ഉള്ള ബെറ്റി ചേച്ചി അടക്കമുള്ള ആളുകളുണ്ട്, ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി ശ്രീ വി സുരേഷ് കുമാർ. അടുത്തതായിട്ട് ഷാൻറ്റി ബാബു. കൈരളി ഗ്രന്ഥശാല ഇങ്ങനെ സ്ഥാനാർത്ഥി സംഗമം ഒരുക്കിയതിൽ തന്നെ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഞാൻ 5 വർഷമായിട്ട് പൂവത്തളപ്പ് വാർഡിലെ മെമ്പറാണ്. ആ വാർഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാഞ്ഞിരമറ്റം ഡിവിഷനിൽ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി UDF പാനലിൽ മത്സരിക്കുകയാണ്. എന്നെ വിജയിപ്പിച്ചാൽ കിടാക്കുഴിയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണല്ലോ പ്ലൈവുഡ് ഫാക്ടറിയുടെ പ്രശ്നം. അത് നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അതിനൊപ്പം ഒരു ബ്ലോക്കിൽ വിജയിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ബ്ലോക്കിൽ വിജയിച്ചില്ലെങ്കിലും നാട്ടുകാരുടെ ഒപ്പം നിൽക്കുന്ന എല്ലാ പ്രവർത്തനത്തിനും എല്ലാ പിന്തുണയും എന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെ ഇക്കോ ടൂറിസം മുഖേന കിടാക്കുഴി വെള്ളച്ചാട്ടം അത് അടുത്ത 6 മാസത്തിനകം, ഇതിപ്പോ ഒരു സെമി ഫൈനൽ ആണല്ലോ ഇപ്പൊ നമ്മുടെ ഈ മത്സരം. നമ്മുടെ ഈ സെമി ഫൈനലിൽ ഞാൻ UDF സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ അടുത്ത 6 മാസത്തിനകം UDF സർക്കാർ നിലവിൽ വരാൻ സാധ്യത പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വന്നാൽ ഇക്കോ ടൂറിസം പദ്ധതിക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അതിന് എന്താവശ്യത്തിനും കിടാക്കുഴി നിവാസികളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി ശ്രീ ഷാൻറ്റി ബാബു. അടുത്തതായിട്ട് നമുക്കിനി ഗ്രാമപഞ്ചായത്തിലേക്ക് കിടക്കാം. അതിൽ ആദ്യമായിട്ട് സംസാരിക്കാൻ പോണത് സ്വതന്ത്രയായി മത്സരിക്കുന്ന ശ്രീമതി ലിജി ജോസ്. കൈരളി ഗ്രന്ഥശാല പ്രസിഡന്റ്, ദാക്കുഴി വാർഡിലെ വോട്ടർമാരായ മാന്യ വ്യക്തികളെ, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. എൻ്റെ പേര് ലിജി ജോസാണ്. എന്നെ ഈ വാർഡിൽ അറിയില്ലാത്ത ആരുമില്ല. എനിക്ക് നിങ്ങൾ വാർഡിലെ വികസനമല്ല, വാർഡിലെ ജനങ്ങളുടെ വികസനം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് നിങ്ങളെ എല്ലാം വോട്ട് തന്നുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വെക്കുന്നു. നന്ദി ശ്രീമതി ലിജി ജോസ്. അടുത്തതായിട്ട് മിജോ ജോസഫ്.
എന്നോടൊപ്പം മത്സരം അഭിമുഖീകരിക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, കൈരളി ഗ്രന്ഥശാലയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, ഞാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ ഇക്രാക്കുടി വാർഡിൽ മത്സരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഒത്തിരി നല്ല മുമ്പ് പറഞ്ഞ സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞതുപോലെ നല്ലൊരു പ്രാസംഗികയൊന്നുമല്ല. അതെൻ്റെ ഒരു പോരായ്മയായി കണ്ട് നിങ്ങളെന്നെ പിന്താങ്ങാതിരിക്കരുത്. വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഇതില് കൈരളി പ്രവർത്തകര് ഇതിനകത്ത് ആഗ്രഹിക്കുന്ന സുപ്രധാന കാര്യങ്ങള് പൊതുഗതാഗതത്തിൽ ഡാക്കുഴി പ്രദേശത്ത് നമുക്ക് ഒരു സ്ഥിരമായിട്ടൊരു ഗതാഗത സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. സമീപ പ്രദേശങ്ങളിലൊക്കെ ഗ്രാമവണ്ടി പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഞാൻ വിജയിച്ചു വന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമവണ്ടി കൊണ്ടുവരാനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയും അത് നേടിത്തരാൻ ഉദ്യമിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടുത്തെ യാത്രാക്ലേശം വളരെ വലുതാണ്. കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും നാട്ടുകാർക്കുമെല്ലാം വളരെ ക്ലേശം ആണ് ഈ യാത്രാക്ലേശം. ഈ വണ്ടിയില്ലാത്തത് മൂലം, ബസ് സൗകര്യമില്ലാത്തത് മൂലം അത് എത്രയും വേഗം പരിഹരിക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. ടൂറിസം പദ്ധതി, ക്രാപ്പിയുടെ വികസനത്തിന് തുടക്കം കുറിക്കുവാനായിട്ട് ടൂറിസം പദ്ധതി, എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലുമൊക്കെ സമ്മർദ്ദം ചെലുത്തി പദ്ധതിക്ക് വേണ്ട ഫണ്ട് സ്വരൂപിക്കുവാനായിട്ടും പദ്ധതി നടപ്പിലാക്കുവാനായിട്ടും ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. വഴിവിളക്കുകൾ, നമ്മുടെ ഇവിടെ വഴിവിളക്കുകളൊക്കെ ഉണ്ടെങ്കിലും പലതും തികയാത്തതായിട്ടൊക്കെ ഒത്തിരി വീടുകളിലൊക്കെ ചെന്നപ്പോൾ പറയുകയുണ്ടായി. ഞാൻ വിജയിച്ചു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി വഴിവിളക്കുകൾ ഇല്ലാത്തടത്തൊക്കെ വഴിവിളക്കുകൾ സ്ഥാപിക്കുവാനും തകരാറിലായതൊക്കെ പുനഃക്രമീകരണം ചെയ്ത് നൽകുവാനും ഞാൻ ശ്രമിക്കുന്നതാണ്. കാർഷിക മേഖലയ്ക്കും വേണ്ട എല്ലാ സഹകരണങ്ങളും എന്നിൽ നിന്നും ഉണ്ടാകുന്നതാണ്. പ്രൈവറ്റ് കമ്പനി ജനങ്ങളുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ക്രാക്കുഴിയിലെ പ്രൈവറ്റ് ഫാക്ടറി. ഞാനും ഒരു ക്രാക്കുഴിക്കാരിയാണ്. എന്നെയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഫാക്ടറിയുടെ പ്രശ്നം. ആയതിനാൽ ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ജനങ്ങളുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും കൂടെ നിന്നുകൊണ്ട് ഞാൻ എന്നാലാവുന്നതെല്ലാം ചെയ്ത് ഈ ഫാക്ടറിക്കെതിരായി ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. നമുക്കൊന്നും ഇതിന്റെ കുറച്ചു പേർക്കെങ്കിലും അറിയത്തില്ലായിരിക്കും ഇതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച്. പക്ഷെ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഒത്തിരിയേറെ ദൂഷ്യഫലങ്ങൾ ജനങ്ങളുടെ ജീവനും പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. ഇവയ്ക്കെതിരായിട്ട് ഇവ പൂട്ടിക്കുന്നതിന് വേണ്ടി മുമ്പിൽ തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തരികയാണ്. ഈ നാടിന്റെ വികസനത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നു. എന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ശ്രീമതി സാലി ജോസ്. പ്രിയപ്പെട്ട കൈരളി വായനശാല സംഘാടകരെ, ഇവിടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ, സ്നേഹമുള്ള സഹോദരിമാരെ, ഇതിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു വേദിയിൽ ഇന്റർവ്യൂവിന് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇവിടെ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഏതാനും കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അകലക്കുന്നം പഞ്ചായത്തിലെ 8ാം വാർഡ് ക്രാക്കുഴിയിൽ മത്സരിക്കുന്ന സാലി ജോസ് എന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പ്രോത്സാഹനവും പിന്തുണയും ലഭിക്കുന്നതിന് ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.
ഈ ക്ലാക്കുടി വാർഡിൽ ഇന്ന് അനുഭവിക്കുന്നതായ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, അതിലേറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് ഇന്ന് നേരിടുന്നത് നമ്മുടെ ഫൈബർ ഫാക്ടറിയുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നന്നായി ശ്രമിക്കും. പിന്നെ ഞാൻ ഈ വാർഡിൽ നിന്നും ഒരു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല പരിധിക്കപ്പുറം ഈ വാർഡിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും നേടിയെടുക്കുകയും ചെയ്യും. ക്ലാക്കുഴി വാർഡിന്റെ വികസനം, പുരോഗതിയാണ് എൻ്റെ പ്രവർത്തന ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ചിന്തിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, അതായിരിക്കും എൻ്റെ നയം. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ച കൈരളി വായനശാല പ്രവർത്തകർക്കും ഇവിടെ എത്തിച്ചേർന്ന നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഇവിടെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി സാലി ജോസ്. അടുത്തതായിട്ട് ശ്രീമതി ശാന്തമ്മ മനോഹരൻ. കൈരളി വായനശാലയുടെ ഭാരവാഹികൾക്കും നാട്ടുകാർക്കും സ്നേഹം പറഞ്ഞു നന്ദി. എന്നെ ഈ വേദി നിർത്തി നിർത്തിയതിനും ഒരു നന്ദി ആശംസിക്കുന്നു. പിന്നീട് ഈ കൈരളി വായനശാലയുടെ ആൾക്കാർ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ പ്ലൈവുഡ് ഫാക്ടറിക്കെതിരായിട്ട് പ്രവർത്തിക്കണം. പ്ലൈവുഡ് ഫാക്ടറി പൂട്ടിക്കണമെന്നാൽ വലിയ താമസമൊന്നും വേണ്ട, ശക്തമായിട്ടൊന്ന് നിന്ന് തന്നാൽ പ്ലൈവുഡ് ഫാക്ടറി പൂട്ടിത്തരാം. അതിന് ഒരു കുഴപ്പമില്ല. ഇതിന് മത്സരിക്കാൻ ഇറങ്ങാനൊക്കെ നമുക്ക് നല്ല പൂട്ടിക്കുന്ന പരിപാടി ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഏത് പ്രസ്ഥാനം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കുന്നതിന് ഒരു പാടുമില്ല. അതിന് ഇറങ്ങേണ്ട പോലെ ഒന്ന് ഇറങ്ങിയാൽ മതി. കിടന്ന് ശക്തമായിട്ട് കിടന്ന് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിനു വേണ്ടി എല്ലാ നാട്ടുകാരുടെയും, ഈ ക്ലാക്കുഴിയിലുള്ള എല്ലാ നാട്ടുകാരുടെയും ഒപ്പം ഞാൻ ശക്തമായിട്ട് നിന്ന് തരാം. പൂട്ടിക്കാൻ നിങ്ങളും കൂടെ നിന്നാൽ ഞാൻ പൂട്ടിക്കാൻ തയ്യാറാണ്. പിന്നെ വഴി കൊണ്ടിരുന്ന കാര്യത്തിൽ, വണ്ടി കൊണ്ടിരുന്ന കാര്യത്തിൽ വഴി ക്ലിയർ ആക്കിയാലേ ഇതിലെ ആൾക്കാർ വണ്ടി വിടുകയുള്ളൂ. വഴി മോശമായതിൻ്റെ പേരിലാണ് വണ്ടി കൊണ്ടുവരാതെ. പിന്നെ ഞാൻ ഈ നാട്ടിലുള്ള എല്ലാ വികസനത്തിനും ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നു, ഓരോരോ കാര്യങ്ങൾക്കും. ഇപ്പോഴാണ് ഞാൻ ഇച്ചിരി പുറകോട്ട് വലിഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ എല്ലാ കാര്യത്തിനും ക്ലാക്കുഴി കൂടുമായിരുന്നു. ക്ലാക്കുഴിയിലുള്ള എല്ലാ ജനങ്ങളും എന്നെ നല്ലോണം അറിയുന്ന ആൾക്കാരുമാണ്. എനിക്ക് വോട്ട് ഒന്ന് വിജയിപ്പിച്ചാൽ ഞാൻ ഈ പറഞ്ഞ സംഗതികളെല്ലാം തന്നെ വേണ്ട വിധം സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി ശ്രീമതി ശാന്തമ്മ മനോഹരൻ. അങ്ങനെയാണെങ്കിൽ ഈ കോട്ടയം ജില്ലയിൽ തന്നെ മീനച്ചിൽ അകലക്കുളം പഞ്ചായത്തുകളിൽ ഏതാണ്ട് 40-45ഓളം പ്ലൈവുഡ് ഫാക്ടറികൾ മനുഷ്യന് ദുരിതം മാത്രം സമ്മാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവയെല്ലാം ഒന്നും നമുക്ക് കൂട്ടിക്കണം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മതിയല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് ശ്രീമതി ബിൻസി ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാക്കുഴിയിലെ ഓരോ വോട്ടർമാരോടും എൻ്റെ വിരുദ്ധമായ നമസ്കാരം. എൻ്റെ പേര് ബിൻസി. വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻ്റെ പേര് സൂസനാം ബിജു എന്നാണ്. എൻ്റെ വീട് ചെങ്ങളമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ 10-14 വർഷമായിട്ട് കുടുംബശ്രീയുമായിട്ട് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു. അതുപോലെ തന്നെ ADSന്റെ പ്രസിഡന്റായും CDS മെമ്പറായും 4 വർഷത്തോളമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. എനിക്ക് കുടുംബശ്രീക്കാരോടും അംഗൻവാടിയായ എല്ലാ കുഞ്ഞുങ്ങളോടും നല്ല സഹകരണമുണ്ട്. അതുപോലെ പ്രായമായ വയോധികരായ എല്ലാവരോടും, രോഗികളായവരോടും എല്ലാവരോടും എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായം ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഇത്രയും വർഷക്കാലം ഞാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതിലെനിക്ക് 100% ഉറപ്പുമുണ്ട്.
അതിൻ്റെ വിജയമായി തന്നെ ഞാൻ ആദ്യമേ കാണുന്നു. അതാണ് എന്നെ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള കാരണം തന്നെ. എൻ്റെ ചെങ്ങൽക്കാണ് എൻ്റെ വീടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ യാത്രാ സൗകര്യത്തിൻ്റെ കാര്യവും പറഞ്ഞു. ഞാൻ വളരെ എല്ലാ മാസവും തന്നെ 2-3 പ്രാവശ്യം ക്രാഫ്റ്റിലേക്ക് മിക്കവാറും ദിവസങ്ങൾ നടന്നാണ് വരുന്നത്. ഒരു 25-10 30 മിനിറ്റോളം നടന്നാലേ ക്രാഫ്റ്റ് വരാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും യാത്രാ സൗകര്യത്തിൻ്റെ കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ വിജയിച്ചു വന്നാൽ ഒരു ഗ്രാമവണ്ടി ഈ റൂട്ടിലൂടെ കൊണ്ടുവരാനുള്ള എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ ഞാൻ അതിനുള്ള സഹായം ചെയ്തു തരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. ലൈറ്റുകളില്ലാത്തവർക്കെല്ലാം ലൈറ്റുകൾ നൽകുവാനും ഞാൻ നേഴ്സ് തരുമെന്നുള്ള കാര്യം ഉറപ്പ് തരുന്നു. അതുപോലെ തന്നെ പൈതൃക പദ്ധതിയുടെ കാര്യം പറഞ്ഞു. അതും നിങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടാത്തൊരു പരിപാടി, ഒരു സംരംഭം നമുക്ക് ആർക്കും തന്നെ വേണ്ട. രോഗികളായവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ പ്രൈവറ്റ് ഡോക്ടറിക്കെതിരെ നിങ്ങൾ നടത്തുന്ന സമരത്തിലൂടെ ഞാനും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യവും എനിക്കും വേണ്ട. നിങ്ങൾക്ക് ആവശ്യമായവ എന്ത് തന്നെ ചെയ്തു തരാനും ഞാൻ 100% സന്തോഷവതിയാണ്. ഞാനത് ചെയ്തു തരിക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഞാൻ LDF പാനലിൽ നിർത്തിക്കുന്ന 2 ചിഹ്നത്തിൽ മത്സരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ എല്ലാ വിലയേറിയ വോട്ടുകൾ തന്ന് എന്നെ സഹായിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്യുന്നു. നന്ദി ശ്രീമതി ബിൻസി ബിജു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചതുപോലെ, നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ നമ്മുടെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ നമ്മളുടെ സേവകനാണ് നമ്മളുടെ മെമ്പർ എന്ന് തിരിച്ചറിയുന്ന നിമിഷം, നമ്മളും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും തിരിച്ചറിയപ്പെടുന്ന നിമിഷം മുതൽ നമ്മൾ ഈ നാട് നന്നാവാൻ തുടങ്ങും, കൂടുതൽ നന്നാവാൻ തുടങ്ങും എന്ന് തന്നെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് ആശംസകൾ നൽകുവാനായിട്ട് ഈ കൈരളി ഗ്രന്ഥശാലയുടെ രക്ഷാധികാരിയും ഈ വാർഡിന്റെ മെമ്പറുമായ ബിൽചേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവര്, നമ്മുടെ നിലവിലെ മെമ്പറാണ് അദ്ദേഹം. കൈരളി ഗ്രന്ഥശാലയുടെ ആദ്യകാലം തുടങ്ങി ഏത് കാര്യത്തിൽ ഇടപെടുകയും വളരെ ക്രിയാത്മകമായി പോരായ്മകൾ വേഗം ചൂണ്ടിക്കാണിക്കുകയും വേഗം നടത്തണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഒരു വളരെ ദൂരദർശകമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ ഗ്രന്ഥശാലയെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അമിത പ്രാതിനിധ്യം കൽപ്പിക്കാതെ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആങ്കറുടെ അനുവാദത്തോടുകൂടി ക്ഷണിച്ചു കൊടുക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിന് അധ്യക്ഷത അലങ്കരിക്കുന്ന കൈരളി ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സോജൻ പെടനത്ത്, ഏറെ ബഹുമാനായ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ബിജു EP തൊട്ടപ്പിൽ, ഇവിടെ സ്വാഗതം ആശംസിച്ച ജിമ്മി ചേർന്ന്, ഇവിടെ ഉപേക്ഷിച്ചായിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ, ഏറെ ബഹുമാനരായ സമുദായ സുഹൃത്തുക്കളെ, നമ്മൾ കൈരളി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഒരു സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചിരിക്കുക. ഈ അകലത്തുന്ന ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലെ പല ക്ലബുകളും വായനശാലകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഒരു സ്ഥാനാർത്ഥി സംഗമം ആരും സംഘടിപ്പിച്ചതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇതപ്രദമായിട്ട് നടത്തിയ ഒരു സ്ഥാനാർത്ഥി സംഗമമല്ല. കഴിഞ്ഞ ഇലക്ഷനിലും ഇതുപോലെ തന്നെ ഈ കൈരളി ഗ്രന്ഥശാല ഈ സ്ഥാനാർത്ഥി സംഗമം നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും വരികയും അവർ ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലായിട്ട് ഈ പ്രാവശ്യം അവരിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തുകൊണ്ട് അതും കൂടെ മറുപടി പറയത്തക്ക രീതിയിലാണ് ഈ പ്രാവശ്യം ഒരു ഒരുക്കത്തോടുകൂടിയാണ് ഈ ഗ്രന്ഥശാല ഈ സ്ഥാനാർത്ഥികളെ ക്ഷണിച്ചിട്ടുള്ളത്. ഇവിടെ സംവാദം അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു, കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇട്ടുകൊണ്ട് കൂടുതൽ നല്ല സ്ഥാനാർത്ഥികളെ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ വിവിധങ്ങളായ കഴിവുകളെ നമ്മൾ പരിശോധിക്കുന്ന രീതിയിലേക്ക് ഒരു സംഗമമാണ് നമ്മളിവിടെ നടത്തിയത്. ഇവിടെ നമ്മൾ
ഇങ്ങനെ സംഗമം നടത്തിയതിന് മുൻകൈ എടുത്ത ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് ആ കൈരളി ഗ്രന്ഥശാലയോടെ. നമുക്ക് ഈ നാടിന് എന്നും ഒരു മാതൃകയായിട്ട് നമുക്കിന്ന് പച്ചപ്പ് നൽകുന്നത് നമ്മുടെ ഗ്രന്ഥശാലയാണ്. ഒരു സ്വാതന്ത്ര്യദിനം വന്നാലും ഓണം വന്നാലും വിഷു വന്നാലും മറ്റേത് കാര്യങ്ങൾ വന്നാലും ഒറ്റ ഒഴിവോടുകൂടി ഈ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഇവിടെ ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ഒരു നാട്ടിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നടത്തുന്നത്. അതിന് നമുക്ക് മനോഹരമായ കെട്ടിടവും മറ്റു കാര്യങ്ങളുമെല്ലാം ഉണ്ടായ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഇനിയും ഈ ഗ്രന്ഥശാലയോടൊപ്പം നിങ്ങൾ നിൽക്കുകയും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ എല്ലാവരും ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ തരുന്നതിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനൊരു 20 വർഷക്കാലം ഞാൻ ജനപ്രതിനിധിയായിട്ട് നിന്നിരിക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു വെളിച്ചത്തിൽ 1-2 കാര്യങ്ങൾ ഇവർ പറഞ്ഞ കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സിലുള്ളതും നാടുകളിൽ ഇവരെ ജയിച്ചു വന്നാൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും നിങ്ങളും മനസ്സിലാക്കുന്നതുമല്ലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ റോഡിന്റെ ശോചാവസ്ഥയുടെ കാര്യം പറഞ്ഞു. PWD റോഡുകളാണെങ്കിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇവർക്ക് നിവേദനം കൊടുക്കാനും നമ്മുടെ MLA യോ MP യോ ഒക്കെ സമീപിച്ചുകൊണ്ട് അതിന്റെ വികസനം നടത്താനേ കഴിയും. ഇപ്പം പറഞ്ഞ ആലക്കൽ റോഡ് അരിപ്പറമ്പ് ആലക്കൽപ്പടി റോഡായിട്ട് PWD റോഡിൽ കിടക്കുന്ന റോഡാണ്. അതിന് പഞ്ചായത്തിന് ഫണ്ട് വെച്ച് നിർമ്മാണം നടത്താനാവില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമെടുത്തത് ശോചാവസ്ഥയിലാണ്, അത് പരിഹരിക്കണം എന്ന് പറയാൻ ഇപ്പൊ ആര് ജയിച്ചു വന്നാലും എന്നുള്ളതാണ്. അല്ല ഇന്നയാൾ ജയിച്ചെന്നല്ല, ആര് ജയിച്ചു വന്നാലും ആ കാര്യത്തിന് അത് ചെയ്യാനേ കഴിയൂ. അത് പഞ്ചായത്തിന് അതിനകത്ത് ഫണ്ട് വെക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന നമ്മുടെ നിങ്ങളുടെ പോകുന്ന റോഡ് കൗങ്ങമ്പാലം കൊച്ചുകൊട്ടാരം റോഡായിട്ടാണ് കിടക്കുന്നത്. ചെങ്ങള മുതൽ ഈ കൊച്ചുകൊട്ടാരം റോഡായിട്ടാണ് ഇത് PWD റോഡിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ PWD റോഡിൽ കിടക്കുന്ന കാര്യങ്ങളിലേക്ക് മെമ്പർമാർ ചെയ്തില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം അവർക്കും ചെയ്യാൻ കഴിയുന്നു. കാരണം MLA MP യും ഒക്കെ ഇവിടെ ഇപ്പം സ്ഥാനാർത്ഥികളോടൊപ്പം അവരോട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ നാട്ടിലെ വികസനത്തിന്റെ കാര്യം ഉണ്ടാവുള്ളൂ. വികസന കാര്യങ്ങളുടെ സൂചിപ്പിച്ചു. ഇപ്പം ജനപ്രതിനിധികൾ പറഞ്ഞു ഗ്രാമവഴി നല്ല കാര്യമാണ്. പക്ഷെ പഞ്ചായത്തിന്റെ തനതായ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയോടുകൂടി ചെയ്താൽ എല്ലാ പഞ്ചായത്തിനും ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ തുടങ്ങി വെച്ച കാര്യത്തിനകത്ത് അപ്പുറത്ത് ഈ ആര് ജയിച്ചു വന്നാലും എനിക്ക് ചെയ്തു കൊടുക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ടൂറിസത്തിന്റെ കാര്യമാണ്. ടൂറിസം പദ്ധതിക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അനുമതി തന്നിട്ടുണ്ട്. ആ അനുമതിയുടെ പേപ്പർ തരാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് സുരേഷ് ഗോപിയുടെ ആണെങ്കിലും ആറടിക്കലാണെങ്കിലും 10 കോടിയുടെ ഒരു പ്രോജക്റ്റ് കേന്ദ്രത്തിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി 10 കോടിയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രോജക്റ്റിന്റെ കോപ്പി ആര് ജയിച്ചു വന്നാലും അവർക്ക് അത് കൈമാറാൻ നമ്മൾ തയ്യാറാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളെ കൊണ്ട് ഓരോ വികസന കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് അതിന്റെ ഇതിലേക്ക് വരുമ്പോഴാണ് എതിർപ്പുകളായിട്ട് വരാറ്. വരുന്നതിന് മുമ്പേ വരുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എതിർപ്പുണ്ടാക്കുകയാണെങ്കിൽ അത് തുടക്കത്തിലെ നമുക്ക് മുള്ളിക്കളയാൻ കഴിയും. അവസാനം കൊണ്ടുപോയി കുടമടയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ തുടക്കത്തിൽ ചെയ്യാൻ കഴിയും. ഇവിടെ ടൂറിസം പദ്ധതി വരുമ്പം ഇത് നമ്മൾ താലൂക്ക് സർവേയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് നടപ്പിലാക്കണമെങ്കിൽ ഈ തോടിന്റെ ഇരുവശങ്ങളിലുമുള്ള പുറമ്പോക്കുകൾ അളന്ന് തിട്ടപ്പെടുത്തി കല്ലിട്ട് സർക്കാരിന് താലൂക്കിന് കൈമാറണം. അല്ലെങ്കിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് അതിന് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇടിയാവുന്ന പാലം മുതൽ ഈ മേഖല വരെയുള്ള പ്രദേശത്ത് ഏതാണ്ട് ഞാൻ നോക്കിയപ്പോൾ 8 ഏക്കർ സ്ഥലത്തിലധികം പുറമ്പോക്കുകളുണ്ട്. 8 ഏക്കർ അധികം പുറമ്പോക്കുകളുണ്ട്. ആ പുറമ്പോക്കുകൾ അളന്ന് തിട്ടപ്പെടുത്തി ടൂറിസവുമായിട്ട് വരുമ്പം നിങ്ങൾ ഈ പറയുന്ന ജനപ്രതിനിധികൾക്ക് മുമ്പിൽ വിവാദമായി നിൽക്കരുത്, അവരോടൊപ്പം നിൽക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പം നമ്മൾ സഹകരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ തുടങ്ങി വെച്ച ഏത് കാര്യത്തിനാണെങ്കിലും നമ്മളോടൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പേപ്പറുകൾ തരാം. ഇപ്പം ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു, ലൈറ്റ് ഒരു പ്രാവശ്യം ഇട്ടു, അതിന് അതിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് വീണ്ടും അവർ തന്നെ അത് പുതുക്കി തരേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അത് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പഞ്ചായത്തിനാൽ കഴിയുന്ന കാര്യങ്ങളിൽ ഞാൻ തുടങ്ങി വെച്ച പ്രോജക്റ്റുകളിൽ ഇനി അവശേഷിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്, കിടാക്കഴി കുടിവെള്ള പദ്ധതി. അത് മോട്ടോർ വെച്ച് പൂർത്തിയായിരിക്കുകയാണ്. വെള്ളമടിച്ച് തുടങ്ങിയാൽ അത് പൂർണ്ണീകരിക്കാവുന്ന രീതിയിൽ. ഞാനിപ്പം മറ്റു കാര്യങ്ങളിലേക്കല്ല, വികസന കാര്യങ്ങളിലേക്കല്ല പറഞ്ഞത്. നമ്മൾ ജനപ്രതിനിധികളോടൊപ്പം അവർക്ക് ചെയ്യാവുന്ന പരിമിതികളിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം
ജയിച്ചു വരുന്ന ആരാണെങ്കിലും അവരോടൊപ്പം അവരെ കുറ്റപ്പെടുത്താനും അവരോട് പ്രതികരിക്കാനും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ബിജു എന്നോട് പറഞ്ഞത് ഇത് കടത്തൽ ജില്ലയും കൂടി ആക്കി മാറ്റാനാണ് പറഞ്ഞത്. വേറെ ആശംസകളൊന്നുമില്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ തിരക്കൊട്ടുള്ള സമയമാണ്. ഇനിയും ഓരോ സെൻറ്ററുകളിലും പോയി വോട്ടുകൾ ചോദിക്കാനും ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ ഉള്ള സമയം ഇനിയുണ്ട്. വിലപ്പെട്ട സമയമാണ്, കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ഞാൻ സ്ഥാനാർത്ഥികളെ എല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ടു. ഇനിയും കുറച്ച് പേരൊക്കെ വരാനുണ്ടായിരുന്നു. എല്ലാവരും തിരക്കിൻ്റെ പരിമിതികൾ കൊണ്ട് വന്നില്ലെന്ന് വെക്കാം, വോട്ടിൻ്റെ കാര്യത്തില്ല. ആദ്യമായിട്ട് ഈ യോഗം അതിന് അധ്യക്ഷത അലങ്കരിച്ച പ്രിയപ്പെട്ട സോജൻ പഴനിലത്ത്, നിങ്ങൾക്കറിയാം വളരെ കാലങ്ങളായി ലൈബ്രറിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആ വ്യക്തിയാണ് സോജൻ പഴനിലത്ത്. സോജൻ പഴനിലത്തിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ഇതിന് ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട സോജൻ പഴനിലത്ത് അവർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും അതിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമുക്കറിയാം ഈ ലൈബ്രറി ഉണ്ടാകുന്ന ആ കാലഘട്ടം മുതൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ച് അത് ലൈബ്രറിയാക്കി അതിൻ്റെ കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ ഓരോ വർഷത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ സെക്രട്ടറി ബിജു EP ആണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും അതിൻ്റെ കൈരളി ഗ്രന്ഥശാലയോട് ഒപ്പം നിൽക്കുന്ന ഡയറക്ടർ ബോർഡ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചതുകൊണ്ടാണ് ഇത്രയും മനോഹരമായി വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പം അവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ആ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ സ്വാഗതം ആശംസിച്ച നിങ്ങളുടെ എല്ലാം പ്രിയങ്കനായ ജിമിച്ചന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഉള്ള ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥികളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന ജില്ല, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എല്ലാവർക്കും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയവരാണ് വിധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മുഴുവൻ സമയം ഇവിടെ ഇരിക്കുന്ന ഇവരെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥികളെ പോയുള്ളൂ, അവരുടെ തിരക്ക് നമുക്കറിയാം. ബാക്കി എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഗ്രന്ഥശാലയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മളോടൊപ്പം ആകിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.